ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 76/2022. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാഗർ പരികർമ്മ എന്ന പരിപാടിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാഗർ പരികർമ്മ എന്ന പരിപാടിയുമായി ബന്ധമില്ലാത്തത് ഏത്? തന്നിരിക്കുന്നത് സ്വച്ഛ് ഭാരത് അഭിയാൻ, ആസാദി കാ അമൃത് മഹോത്സവ്, എല്ലാ മത്സ്യത്തൊഴിലാളികളോടും ഐക്യം, സമുദ്ര ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഒന്ന് മാത്രമാണ് ബന്ധമില്ലാത്തത്, സ്വച്ഛ് ഭാരത് അഭിയാൻ. രണ്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് കേരള സഹായഹസ്തം പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് കേരള സഹായഹസ്തം പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 1, 3. അതായത് സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾക്ക് പലിശരഹിത വായ്പ നൽകുക. 3, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനായി ധനസഹായം നൽകുക. മൂന്നാമത്തെ ചോദ്യം, 2021 25ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സുവർണ ചകോര പുരസ്കാരം നേടിയ ചിത്രം ഏതാണ്? 2021 25ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സുവർണ ചകോര പുരസ്കാരം നേടിയ ചിത്രം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ദിസ് ഈസ് നോട്ട് എ ബ്യൂറിയൽ, ഇറ്റ്സ് എ റീസറക്ഷൻ. 4ഉം 5ഉം ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ആറാമത്തെ ചോദ്യം, ബുക്കർ പ്രൈസിനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ബുക്കർ പ്രൈസിനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? 1, 2021 ബുക്കർ പ്രൈസ് ജേതാവ് ഡാമൻ ഗാൽഗട്ട് ആണ്, അത് ശരിയാണ്. 2020 ബുക്കർ പ്രൈസ് ജേതാവ് ഡഗ്ലസ് സ്റ്റുവർട്ട് ആണ്, അതും ശരിയാണ്. 3, 2021 ബുക്കർ പ്രൈസ് പുരസ്കാരത്തിന് അർഹമായ കൃതിയാണ് ദി പ്രോമിസ്, അതും ശരിയാണ്. 4, 2020 ബുക്കർ പ്രൈസ് പുരസ്കാരത്തിന് അർഹമായ കൃതിയാണ് ദ ഡിസ്കംഫർട്ട് ഓഫ് ഈവനിങ്, അത് തെറ്റാണ്. 2020 ബുക്കർ പ്രൈസ് പുരസ്കാരത്തിന് അർഹമായ കൃതി ഷഗീബൈൻ എന്ന കൃതിക്കാണ് അർഹമായത്. 2024 ബുക്കർ പ്രൈസ് ജേതാവ് സാമന്ത ഹാർവെയാണ്. ഓർബിറ്റൽ എന്ന കൃതിക്കാണ് ലഭിച്ചത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, 4 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഏഴാമത്തെ ചോദ്യം, ആരുടെ ജന്മശതാബ്ദിയുടെ സ്മരണാർത്ഥമാണ് ഇന്ത്യൻ ധനമന്ത്രാലയം 100 രൂപ നാണയം പുറത്തിറക്കിയത്? ആരുടെ ജന്മശതാബ്ദിയുടെ സ്മരണാർത്ഥമാണ് ഇന്ത്യൻ ധനമന്ത്രാലയം 100 രൂപ നാണയം പുറത്തിറക്കിയത്? ഉത്തരം ഓപ്ഷൻ എ, വിജയരാജ സിന്ധ്യ. എട്ടാമത്തെ ചോദ്യം, 2023 ഏത് അന്താരാഷ്ട്ര വർഷമായാണ് UN പ്രഖ്യാപിച്ചത്? 2023 ഏത് അന്താരാഷ്ട്ര വർഷമായാണ് UN പ്രഖ്യാപിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി, അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം. 2024 ഏത് വർഷമായാണ് UN പ്രഖ്യാപിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരം വരുന്നത് അന്താരാഷ്ട്ര ഒട്ടക വർഷമായിട്ടാണ് 2024 പ്രഖ്യാപിച്ചത്. ഒൻപതാമത്തെ ചോദ്യം, 15ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, PJ ജോസഫ്. 10ാമത്തെ ചോദ്യം, കേരളത്തിൽ ആദ്യമായി കൊറോണ സാർസ് വൈറസ് സ്ഥിരീകരിച്ച ജില്ല ഏതാണ്? കേരളത്തിൽ ആദ്യമായി കൊറോണ സാർസ് വൈറസ് സ്ഥിരീകരിച്ച ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, തൃശൂർ. 11ാമത്തെ ചോദ്യം, വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ അനുഭവപ്പെടുന്ന ഋതു ഏതാണ്? വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ അനുഭവപ്പെടുന്ന ഋതു ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ഉഷ്ണകാലം. 12ാമത്തെ ചോദ്യം, ദേശീയ ജലപാത 1 ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? ദേശീയ ജലപാത 1 ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ, ഹാൽഡിയ ടു അലഹാബാദ്. 13ാമത്തെ ചോദ്യം, ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏതാണ്? ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഇലപൊഴിയും കാടുകൾ. 14ാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹിമാലയത്തെ സംബന്ധിച്ച് തെറ്റായത് ഏതാണ്? തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹിമാലയത്തെ സംബന്ധിച്ച് തെറ്റായത് ഏത്? തന്നിരിക്കുന്നത് തേയില കൃഷി ചെയ്യുന്ന മേഖലയാണ്. കുങ്കുമപ്പൂവ്, ഉരുളക്കിഴങ്ങ്, ബാർലി എന്നിവ കൃഷി ചെയ്യുന്നു. ഓറഞ്ച്, ആപ്പിൾ തുടങ്ങിയ ഫലവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാറുണ്ട്. പരുത്തി കൃഷി ചെയ്യുന്ന മേഖലയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പരുത്തി കൃഷി ചെയ്യുന്ന മേഖലയാണ്. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. 15ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലിപ്പം കൂടിയത് ഏതാണ്?
ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലിപ്പം കൂടിയത് ഏത്? ഉത്തരം ഓപ്ഷൻ സി ഡെക്കാൻ പീഠഭൂമി. 16ാമത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്ന സൂചനകൾ വായിച്ച് വിള ഏതെന്ന് കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് വിള ഏതെന്ന് കണ്ടെത്തുക. 1. ഇന്ത്യയിൽ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയാണ് റാബി വിളയാണ്. 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപവും 75 സെൻറ്റിമീറ്റർ മഴയും ആവശ്യമാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ഗോതമ്പ്. 17ാമത്തെ ചോദ്യം, വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി കിഴക്കൻ തീരസമതലം. 18ാമത്തെ ചോദ്യം, തഞ്ചാവൂർ ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു? തഞ്ചാവൂർ ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ഓപ്ഷൻ സി കാവേരി. 19ാമത്തെ ചോദ്യം, ലിബുലേഖ് ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ പ്രദേശങ്ങളെയാണ്? ലിബുലേഖ് ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ? ഉത്തരം ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ് ടു ടിബറ്റ്. 20ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതൊക്കെ? ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതൊക്കെ? സിന്ധു നദി അറബിക്കടലിലാണ് പതിക്കുന്നത്. മഹാനദി ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. നർമ്മദ അറബിക്കടലിലാണ്. പെരിയാർ അറബിക്കടലിലാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 3, 4 ശരിയായിട്ടുള്ളത്. 21ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി അനുച്ഛേദം 21A. 22ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആര്? ഉത്തരം ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. 23ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ഏത് തത്വമാണ് 42ാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്? താഴെ പറയുന്നവയിൽ ഏത് തത്വമാണ് 42ാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്? ഉത്തരം ഓപ്ഷൻ ഡി സോഷ്യലിസം. 24ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ പ്രസിഡന്റിന് എത്ര വിവരാവകാശ കമ്മീഷണർമാരെ കൂടി നിയമിക്കാൻ കഴിയും? ഇന്ത്യയുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ പ്രസിഡന്റിന് എത്ര വിവരാവകാശ കമ്മീഷണർമാരെ കൂടി നിയമിക്കാൻ കഴിയും? ഉത്തരം ഓപ്ഷൻ ബി 10. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ൽ കൂടാത്ത കമ്മീഷണർമാരുമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ അടങ്ങിയിരിക്കുന്നത്. 25ാമത്തെ ചോദ്യം, ബച്പൻ ബച്ചാവോ ആന്തോളനി എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലക്കെതിരെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ബച്പൻ ബച്ചാവോ ആന്തോളനി എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലക്കെതിരെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ കൈലാസ് സത്യാർത്ഥി. 26ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയഗീതമായ വന്ദേമാതരം ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? ഇന്ത്യയുടെ ദേശീയഗീതമായ വന്ദേമാതരം ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ സി ബംഗാളി. 27ാമത്തെ ചോദ്യം, ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യൻ റുപ്പി എന്ന ചിഹ്നം ദേശീയ ചിഹ്നമായി സ്വീകരിച്ചത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ എ 2010 ജൂലൈ 15. 28ാമത്തെ ചോദ്യം, മൗലിക കടമകൾ ഏത് വിദേശ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ളത്? മൗലിക കടമകൾ ഏത് വിദേശ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത്? ഉത്തരം ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ. 29ാമത്തെ ചോദ്യം, കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? 1. 2005 വിവരാവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചു. അത് ശരിയാണ്. 2. ചെയർമാനെയും കമ്മീഷണർമാരും പ്രധാനമന്ത്രി നിയമിക്കുന്നു. അത് തെറ്റാണ്. 2005 ഒക്ടോബർ 24 നിലവിൽ വന്നു. അതും തെറ്റാണ്. 2005 ഒക്ടോബർ 12 നിലവിൽ വന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2, 3 തെറ്റായിട്ടുള്ളത്. 30ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ സംവിധാനം നിലനിൽക്കുന്നത്? താഴെ പറയുന്നതിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ സംവിധാനം നിലനിൽക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ മഹാരാഷ്ട്ര. 31ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധിജിയെക്കുറിച്ച്
താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. മഹാത്മാഗാന്ധിജിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു. 2. 1915 ജനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തി. സുരേന്ദ്രനാഥ് ബാനർജിയെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായി കണക്കാക്കുന്നു. അത് തെറ്റാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായി കണക്കാക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 32ാമത്തെ ചോദ്യം, കോൺഗ്രസിലെ മിതവാദികളുടെ പട്ടികയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. കോൺഗ്രസിലെ മിതവാദികളുടെ പട്ടികയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഇവിടെ തന്നിട്ടുള്ളത് ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, സുരേന്ദ്രനാഥ് ബാനർജിയാണ്. ഇതിൽ സുരേന്ദ്രനാഥ് ബാനർജി മാത്രമേ മിതവാദികളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നുള്ളൂ. ഓപ്ഷൻ ഇതിലില്ല. 33ാമത്തെ ചോദ്യം, 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡി കണ്ടെത്തുക. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡി കണ്ടെത്തുക. 1. ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസാക്കിയ റൗലറ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ടതാണ് ഇത്. അത് ശരിയാണ്. 2. കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ സൈമൺ കമ്മീഷനെ നിയമിച്ചു. അത് തെറ്റാണ്. ഹണ്ടർ കമ്മീഷനെയാണ് നിയമിച്ചത്. 3. കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ് ടാഗോർ സർ സ്ഥാനം ഉപേക്ഷിച്ചു. അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. 34ാമത്തെ ചോദ്യം, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. 1. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനമാണ് ഡൽഹി. അത് തെറ്റാണ്. ആന്ധ്രാപ്രദേശാണ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം. 2. 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. അത് ശരിയാണ്. 3. ഭാഷാടിസ്ഥാനത്തിനുള്ള സംസ്ഥാന രൂപവൽക്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. 35ാമത്തെ ചോദ്യം, 1857 കലാപവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും അവിടുത്തെ കലാപ നേതാക്കളും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1857 കലാപവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും അവിടുത്തെ കലാപ നേതാക്കളും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1. ഡൽഹി ബീഗം ഹസ്രത്ത് മഹൽ. അത് തെറ്റാണ്. ബഹദൂർ ഷാ രണ്ടാമനാണ് ഡൽഹിയിൽ. 2. ജാൻസിംഗ് റാണി ലക്ഷ്മിബായ്. അത് ശരിയാണ്. 3. കാൻപൂർ നാനാ സാഹിബ്. അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 36ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരും എന്ന ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. താഴെ തന്നിരിക്കുന്ന സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1. സേവാ സമിതി NM ജോഷി. അത് തെറ്റാണ്. HN കുൻസ്രോ ആണ് സേവാ സമിതി സ്ഥാപിച്ചത്. 2. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ. അത് ശരിയാണ്. 3. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 37ാമത്തെ ചോദ്യം, ഡൽഹൌസി പ്രഭുവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഡൽഹൌസി പ്രഭുവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. 1. മുംബൈ മുതൽ താനെ വരെയുള്ള ഇന്ത്യയിലെ ആദ്യ റെയിൽവേ ലൈൻ നിർമ്മിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലത്തായിരുന്നു. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്ന് വിശേഷിക്കപ്പെട്ടു. അതും ശരിയാണ്. സതീ സമ്പ്രദായം, ശിശുഹത്യ എന്നിവ നിരോധിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. അത് തെറ്റാണ്. വില്യം ബെൻഡിക്കിൻ്റെ കാലത്താണ് സതീ സമ്പ്രദായം, ശിശുഹത്യ എന്നിവ നിരോധിച്ചത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള ഉത്തരം. 38ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ നാട്ടുരാജ്യ സംയോജന പ്രക്രിയയിൽ പങ്കുവഹിച്ച വ്യക്തികളുടെ ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ നാട്ടുരാജ്യ സംയോജന പ്രക്രിയയിൽ പങ്കുവഹിച്ച വ്യക്തികളുടെ ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നത് VP മേനോൻ, JB കൃപലാനി, സർദാർ വല്ലഭായ് പട്ടേൽ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉം, അതായത് VP മേനോൻ, സർദാർ വല്ലഭായ് പട്ടേൽ. 39ാമത്തെ ചോദ്യം, രവീന്ദ്രനാഥ് ടാഗോറും ദേശീയഗാനവും എന്ന വിഭാഗത്തിൽ ശരിയായവ ഏതാണ്? രവീന്ദ്രനാഥ് ടാഗോറും ദേശീയഗാനവും എന്ന വിഭാഗത്തിൽ ശരിയായവ ഏത്? ഇന്ത്യയുടെ ദേശീയഗാനം രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്. അത് ശരിയാണ്. ബംഗ്ലാദേശിൻ്റെ ദേശീയഗാനമായ അമർ സോന
ബംഗ്ലയും ടാഗോറാണ് രചിച്ചത്. അതും ശരിയാണ്. 55 സെക്കൻഡ് കൊണ്ടാണ് ദേശീയഗാനം പാടിത്തീരുക. അത് തെറ്റാണ്. 52 സെക്കൻഡ് കൊണ്ടാണ് പാടിത്തീരേണ്ടത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. 40ാമത്തെ ചോദ്യം, വർത്തമാന പത്രവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം കണ്ടെത്തുക. വർത്തമാന പത്രവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം കണ്ടെത്തുക. ബംഗാൾ ഗസറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യ ദിനപത്രം. മുംബൈ സമാചാർ പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ദിനപത്രമാണ്. ഹിന്ദി ഭാഷയിലാണ് മുംബൈ സമാചാർ പ്രസിദ്ധീകരിക്കുന്നത്. അത് തെറ്റാണ്. ഗുജറാത്തി ഭാഷയിലാണ് മുംബൈ സമാചാർ പ്രസിദ്ധീകരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. 41ാമത്തെ ചോദ്യം, കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും പട്ടികയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും പട്ടികയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് കോട്ടയം. അത് ശരിയാണ്. 2 HMT ലിമിറ്റഡ് എറണാകുളം. അതും ശരിയാണ്. ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽ ലിമിറ്റഡ് തിരുവനന്തപുരം. അത് തെറ്റാണ്. കൊച്ചിയാണ് വരുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. 42ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളുടെയും അവയുമായി ബന്ധപ്പെട്ട നദികളുടെയും പട്ടികയിൽ ശരിയായത് ഏതാണ്? താഴെ തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളുടെയും അവയുമായി ബന്ധപ്പെട്ട നദികളുടെയും പട്ടികയിൽ ശരിയായത് ഏതാണ്? 1 നേരിയമംഗലം ജലവൈദ്യുത പദ്ധതി, ചാലക്കുടി പുഴ. അത് തെറ്റാണ്. പെരിയാറാണ് ഉത്തരം വരേണ്ടത്. 2 കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി, കുറ്റ്യാടി നദി. അത് ശരിയാണ്. 3 ശബരിഗിരി ജലവൈദ്യുത പദ്ധതി, പമ്പ നദി. അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 43ാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന പട്ടികയിൽ നിന്നും കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്ന പട്ടികയിൽ നിന്ന് കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1 തുഞ്ചൻ സ്മാരകം തിരൂർ. അത് ശരിയാണ്. 2 കുഞ്ചൻ സ്മാരകം കിള്ളിക്കുറിശി മംഗലം. അതും ശരിയാണ്. വള്ളത്തോൾ മ്യൂസിയം കൊല്ലം. അത് തെറ്റാണ്. തൃശ്ശൂരാണ് വേണ്ടത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. 44ാമത്തെ ചോദ്യം, കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയ കവികളും ചുവടെ തന്നിരിക്കുന്നു. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയ കവികളും ചുവടെ തന്നിരിക്കുന്നു. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1 വിശ്വദർശനം ജി ശങ്കരക്കുറുപ്പ്. അത് ശരിയാണ്. അവിൽ പൊതി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. അത് തെറ്റാണ്. VK ഗോവിന്ദനാണ് അവിൽ പൊതി എഴുതിയത്. 3 മുത്തശ്ശി N ബാലാമണിയമ്മ. അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 45ാമത്തെ ചോദ്യം, കേരളത്തിലെ നദികളും അവയുടെ ഉത്ഭവസ്ഥാനവും അടിസ്ഥാനമാക്കി ശരിയായ ഉത്തരം കണ്ടെത്തുക. കേരളത്തിലെ നദികളും അവയുടെ ഉത്ഭവസ്ഥാനവും അടിസ്ഥാനമാക്കി ശരിയായ ഉത്തരം കണ്ടെത്തുക. 1 പമ്പ പുളിച്ചിമല. അത് ശരിയാണ്. 2 ചാലക്കുടി പുഴ ആനമല. അതും ശരിയാണ്. അച്ചൻ കോവിലാർ പമ്പാ നദി. അച്ചൻ കോവിലാർ പമ്പാ നദിയുടെ പോഷക നദിയാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. 46ാമത്തെ ചോദ്യം, പശ്ചിമഘട്ടം കടന്നു പോകുന്ന ചില സംസ്ഥാനങ്ങൾ താഴെ തന്നിരിക്കുന്നു. ശരിയായവ തിരഞ്ഞെടുക്കുക. പശ്ചിമഘട്ടം കടന്നു പോകുന്ന ചില സംസ്ഥാനങ്ങൾ താഴെ തന്നിരിക്കുന്നു. ശരിയായവ തിരഞ്ഞെടുക്കുക. പശ്ചിമഘട്ടം കടന്നു പോകുന്നത് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട് എന്നിവയിലൂടെയാണ്. ഇതിൽ ഗോവ, കർണാടക വരുന്ന ഓപ്ഷൻ സി ആണ്. 47ാമത്തെ ചോദ്യം, കുടുംബശ്രീ സംവിധാനത്തെക്കുറിച്ച് താഴെ പറഞ്ഞിട്ടുള്ള പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. കുടുംബശ്രീ സംവിധാനത്തെക്കുറിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനായി രൂപം നൽകിയ സാമൂഹ്യ സന്നദ്ധ സംഘടനാ സംവിധാനമാണ് കുടുംബശ്രീ. ഈ സാമൂഹ്യ സംഘടനാ സംവിധാനത്തിൻ്റെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് 3 വർഷത്തിലൊരിക്കൽ നടക്കേണ്ടതാണ്. 48ാമത്തെ ചോദ്യം, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ഗ്രൂപ്പിൽ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡി കണ്ടെത്തുക. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും. 1 പറമ്പിക്കുളം വന്യജീവി സങ്കേതം മലപ്പുറം.
അത് തെറ്റാണ്. പാലക്കാട് ജില്ലയിലാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. 2 PG വാഴാനി വന്യജീവി സങ്കേതം തൃശ്ശൂർ, അത് ശരിയാണ്. നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം, അതും ശരിയാണ്. 48ാമത് ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 49ാമത് ചോദ്യം, 1-ാം EMS മന്ത്രിസഭയിലെ മന്ത്രിമാരും വകുപ്പുകളും ഉൾപ്പെടുന്ന ലിസ്റ്റിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. PK ചാത്തൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണം, VR കൃഷ്ണയ്യർ, അത് തെറ്റാണ്, നിയമമന്ത്രിയായിരുന്നു. 3 ഡോക്ടർ MR മേനോൻ ആരോഗ്യം, അതും ശരി. ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. 50ാമത് ചോദ്യം, കേരളത്തിലെ സ്പോർട്സ് സ്റ്റേഡിയങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും കാണിച്ചിരിക്കുന്നതിൽ ശരിയായവ കണ്ടെത്തുക. കേരളത്തിലെ സ്പോർട്സ് സ്റ്റേഡിയങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും. 1 ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊച്ചി, അത് ശരിയാണ്. 2 ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം, അത് തെറ്റാണ്. 3 ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം തിരുവനന്തപുരം, അതും ശരിയാണ്. ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 51ാമത് ചോദ്യം, നവോത്ഥാന നായകരും കൃതികളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. നവോത്ഥാന നായകരും കൃതികളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. 1 വൈകുണ്ഠ സ്വാമികൾ അഖിലത്തിരുട്ട്, അതും ശരിയാണ്. വാഗ്ഭടാനന്ദൻ വിവേകാനന്ദ സന്ദേശം, അത് തെറ്റാണ്. വിവേകാനന്ദ സന്ദേശം ആഗമാനന്ദനാണ് എഴുതിയത്. ചവറ കുര്യാക്കോസ് ഏലിയാസ് അനുതാപം, അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 52ാമത് ചോദ്യം, കേരളത്തിലെ പത്രങ്ങളും അവയുമായി ബന്ധപ്പെട്ട വ്യക്തികളും തന്നിരിക്കുന്നു. അവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. കേരളത്തിലെ പത്രങ്ങളും അവയുമായി ബന്ധപ്പെട്ട വ്യക്തികളും തന്നിരിക്കുന്നു. അവയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1 മാതൃഭൂമി KP കേശവമേനോൻ, അത് ശരിയാണ്. 2 കേരള കൗമുദി CP കുഞ്ഞുരാമൻ എന്നാണ് തന്നിട്ടുള്ളത്. CV കുഞ്ഞിരാമനാണ് കേരള കൗമുദി. 3 അൽ അമീൻ മുഹമ്മദ് അബ്ദുറഹ്മാനാണ് സ്ഥാപകൻ. ഓപ്ഷൻ തന്നിരിക്കുന്നത് തെറ്റായിട്ടുള്ളതാണ്. 53ാമത് ചോദ്യം, നാടകങ്ങളും അവയുടെ രചയിതാക്കളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. നാടകങ്ങളും അവയുടെ രചയിതാക്കളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. 1 ഋതുമതി പ്രേംജി, അത് ശരിയാണ്. 2 അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് VT ഭട്ടതിരിപ്പാട്, അതും ശരിയാണ്. പാട്ടബാക്കി എന്നത് K ദാമോദരനാണ് എഴുതിയത്. ഇവിടെ തന്നിരിക്കുന്നത് തെറ്റാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. 54ാമത്തെ ചോദ്യം, നവോത്ഥാന ചിന്തകരും യഥാർത്ഥ പേരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ആനന്ദ ശിവയോഗി ബാഗ്ഭടാനന്ദൻ, അത് തെറ്റാണ്. കാരാട്ട് ഗോവിന്ദ മേനോനാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേര്. 2 തൈക്കാടയ്യ സുബ്ബരായർ, അത് ശരിയാണ്. ചിന്മയാനന്ദ സ്വാമികൾ ബാലകൃഷ്ണ മേനോൻ, അതും ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 55ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിൽ നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം TK മാധവൻ KP കേശവമേനോൻ. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 56ാമത്തെ ചോദ്യം, സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. 1863 തിരുവനന്തപുരത്തിനടുത്ത് വെങ്ങാനൂരിൽ ജനിച്ചു. പുലയരുടെ രാജാവെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്, അത് തെറ്റാണ്. ഗാന്ധിജിയാണ് പുലയരുടെ രാജാവ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത്. 3 1907 സാധുജന പരിപാലന സംഘം എന്ന സംഘടന രൂപീകരിച്ചു, അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 57ാമത്തെ ചോദ്യം, മന്നത്തു പത്മനാഭനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. മന്നത്തു പത്മനാഭനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1 നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി നായർ ഭൃത്യജന സംഘം രൂപവൽക്കരിച്ചു. വൈക്കം സത്യാഗ്രഹത്തെ മന്നത്തിൻ്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തി, അതും ശരിയാണ്. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും, അത് തെറ്റാണ്. എൻ്റെ ജീവിത സ്മരണകൾ എന്നാണ് മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥ. കണ്ണീരും കിനാവും എന്ന ആത്മകഥ VT ഭട്ടതിരിപ്പാടിൻ്റേതാണ്.
58-ാമത്തെ ചോദ്യം EMS നമ്പൂതിരിപ്പാട് എഴുതിയ കൃതികളുടെ കൂട്ടത്തിൽപ്പെടാത്തത് കണ്ടെത്തുക. EMS നമ്പൂതിരിപ്പാട് എഴുതിയ കൃതികളുടെ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? ജാതി വ്യവസ്ഥിതിയും കേരള ചരിത്രവും എന്നത് PK ബാലകൃഷ്ണൻ്റെ കൃതിയാണ്. 1.25 കോടി മലയാളികൾ, കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നത് EMS നമ്പൂതിരിപ്പാട് എഴുതിയതാണ്. ഇതിൽ പെടാത്തതാണ് ചോദിച്ചത്, ഒന്ന് മാത്രമാണ് വരുന്നത്, ഓപ്ഷനിൽ ഇല്ല. 59-ാമത്തെ ചോദ്യം മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. 1. തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗസ്ഥങ്ങളിൽ തമിഴ് ബ്രാഹ്മണർ വഹിച്ചിരുന്ന അപ്രമാദിത്വത്തിനെതിരെ 10,000-ലധികം പേർ ഒപ്പിട്ട ഭീമഹർജി മഹാരാജാവിന് സമർപ്പിച്ചു. അത് ശരിയാണ്. ഡോക്ടർ പൽപ്പുവാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത്. GP പിള്ളയാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത്. 1891-ലാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ D ആണ്. 1, 3 ശരിയായിട്ടുള്ളത്. 60-ാമത്തെ ചോദ്യം കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ ഉൾപ്പെടുന്ന ഉത്തരം കണ്ടെത്തുക. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ ഉൾപ്പെടുന്ന ഉത്തരം കണ്ടെത്തുക. കുഞ്ഞമ്പു നായർ, ചിരുകണ്ഠൻ. ഉത്തരം ഓപ്ഷൻ B. 61-ാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഏത്? ഉത്തരം ഓപ്ഷൻ C, ഇനാമൽ. 62-ാമത്തെ ചോദ്യം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ജീവകം B കോംപ്ലക്സിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവകം B കോംപ്ലക്സിൽ ഉൾപ്പെടാത്തത് ഏത്? സ്കോർബിക് ആസിഡും ജീവകം B കോംപ്ലക്സിൽ ഉൾപ്പെടുന്നില്ല. 63-ാമത്തെ ചോദ്യം രാജകീയ രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് രോഗമാണ്? രാജകീയ രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് രോഗം? ഉത്തരം ഓപ്ഷൻ D, ഹീമോഫീലിയ. 64-ാമത്തെ ചോദ്യം മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കി ആരോഗ്യരംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ഏതാണ്? മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കി ആരോഗ്യരംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ A, ആർദ്രം പദ്ധതി. 65-ാമത്തെ ചോദ്യം കണ്ണിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം ഏതാണ്? കണ്ണിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം ഏത്? ഉത്തരം ഓപ്ഷൻ D, ജീവകം A. 66-ാമത്തെ ചോദ്യം കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനവുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. 1. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, കാസർഗോഡ്. അത് തെറ്റാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരമാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, കോഴിക്കോട്. അത് ശരിയാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരം. അത് തെറ്റാണ്. കാസർഗോഡാണ് വരേണ്ടത്. കേരള കാർഷിക സർവകലാശാല, മണ്ണൂത്തി, തൃശ്ശൂർ. അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ C ആണ്. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. 67-ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ കേരളത്തിലെ നെല്ലിനങ്ങൾ ഏതെല്ലാം? താഴെ പറയുന്നവയിൽ കേരളത്തിലെ നെല്ലിനങ്ങൾ ഏതെല്ലാം? ഉത്തരം പവിത്ര, അന്നപൂർണ. ഉത്തരം ഓപ്ഷൻ D. 68-ാമത്തെ ചോദ്യം മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാം? മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാം? തന്നിരിക്കുന്നത് ഡയേറിയ, ടൈഫോയിഡ്, എയ്ഡ്സ്, കോളറ. ഡയേറിയ, ടൈഫോയിഡ്, കോളറയാണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ D. എയ്ഡ്സ് പകരുന്നത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലൂടെയാണ്. 69-ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ A ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. കാർബൺ ഡൈ ഓക്സൈഡ് ആഗോളതാപനത്തിന് കാരണമാകുന്നു. ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്നത് വഴി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. 70-ാമത്തെ ചോദ്യം താഴെ പറയുന്നതിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. താഴെ പറയുന്നതിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്. അത് ശരിയാണ്. ചെന്തുരുണി വന്യജീവി സങ്കേതമാണ്. അതും ശരിയാണ്. ഇരവികുളം ദേശീയോദ്യാനമാണ്, വന്യജീവി സങ്കേതമല്ല. നെയ്യാർ ദേശീയോദ്യാനമല്ല, വന്യജീവി സങ്കേതമാണ്. തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ B ആണ്. 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. 71-ാമത്തെ ചോദ്യം തെറ്റായ ജോഡി ഏതാണ്? തെറ്റായ ജോഡി ഏതാണ്? സംയുക്തങ്ങളും സംയുക്തത്തിലെ ആറ്റങ്ങളും തന്നിരിക്കുന്നു. അലക്കുകാരം, സോഡിയം, കാർബൺ, ഓക്സിജൻ.
അത് ശരിയാണ്. വിറ്റാമിൻ സി കാർബൺ, ക്ലോറിൻ, ഹൈഡ്രജൻ അത് തെറ്റാണ്. പഞ്ചസാര കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, കാർബൺ, ഓക്സിജൻ. ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്, തെറ്റായ ജോഡി. 72ാമത് ചോദ്യം, അൽനിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്ത ലോഹം ഏതാണ്? അൽനിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്ത ലോഹം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ മഗ്നീഷ്യം. അൽനിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടുന്ന ലോഹങ്ങൾ ഇരുമ്പ്, അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്. 73ാമത് ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപലോഹങ്ങളുടെ വിഭാഗത്തിൽപ്പെടുന്നവ ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപലോഹങ്ങളുടെ വിഭാഗത്തിൽപ്പെടുന്നവ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ജെർമേനിയം, സിലിക്കൺ, ആർസനിക്. ഉപലോഹങ്ങൾ എന്ന് പറയുന്നത് ബോറോൺ, സിലിക്കൺ, ജെർമേനിയം, ആർസനിക്, ആന്റിമണി, ടെലൂറിയം എന്നിവയൊക്കെയാണ്. 74ാമത് ചോദ്യം, സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏത്? ഉത്തരം ഓപ്ഷൻ സി ഹൈഡ്രജൻ. 75ാമത്തെ ചോദ്യം, രാസവസ്തുക്കളുടെ രാജാവ് എന്നാണ് സൾഫ്യൂരിക് അമ്ലം അറിയപ്പെടുന്നത്? നമ്മുടെ നിത്യജീവിതത്തിലെ ഏതെല്ലാം സന്ദർഭങ്ങളിൽ സൾഫ്യൂരിക് അമ്ലം ഉപയോഗിക്കുന്നു? രാസവസ്തുക്കളുടെ രാജാവ് എന്നാണ് സൾഫ്യൂരിക് അമ്ലം അറിയപ്പെടുന്നത്? നമ്മുടെ നിത്യജീവിതത്തിലെ ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് സൾഫ്യൂരിക് അമ്ലം ഉപയോഗിക്കുന്നത്? ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ് 1, 3. അതായത് രാസവളങ്ങളുടെ നിർമ്മാണം, പാഴ്ജല ശുദ്ധീകരണം. 76ാമത്തെ ചോദ്യം, ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം 30 സെൻറ്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ്? ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്. ആ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് 15 സെൻറ്റിമീറ്റർ. അത് പകുതിയായിരിക്കും. 77ാമത്തെ ചോദ്യം, എന്തിൻ്റെ യൂണിറ്റാണ് പ്രകാശവർഷം? എന്തിൻ്റെ യൂണിറ്റാണ് പ്രകാശവർഷം? ഉത്തരം ഓപ്ഷൻ എ ദൂരം. 78ാമത്തെ ചോദ്യം, 20 ഹെഡ്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെഡ്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ അൾട്രാസോണിക് എന്നും പറയുന്നു. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകുന്നു. അത് ശരിയാണ്. 2 വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനും സാധിക്കും. അതും ശരിയാണ്. സോണാറിൽ ഇൻഫ്രാറെഡ് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. അത് തെറ്റാണ്. അൾട്രാസോണിക് തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. 79ാമത്തെ ചോദ്യം, നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം? നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം? 1. ഒരു വസ്തു താഴേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി, അത് പോസിറ്റീവ് പ്രവൃത്തിയാണ്. ഒരു വസ്തു ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി നെഗറ്റീവാണ്. ഒരു വസ്തു ചെരിവ് തലത്തിലൂടെ താഴേക്ക് നിരങ്ങി നീങ്ങുമ്പോൾ ഘർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി, അതും നെഗറ്റീവാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉമാണ് നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണം. 80ാമത്തെ ചോദ്യം, നിശ്ചലാവസ്ഥയിലുള്ള ഒരു ലോറിയുടെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ പെർ സെക്കൻഡ് ആയാൽ ലോറിയുടെ ത്വരണം എത്ര? നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു ലോറിയുടെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ പെർ സെക്കൻഡ് ആയാൽ ലോറിയുടെ ത്വരണം എത്രയാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതായത് വെലോസിറ്റി ബൈ ടൈമാണ് ആക്സിലറേഷൻ. വെലോസിറ്റി 30ഉം ടൈം 5ഉമാണ്. അപ്പം 30/5 ഉത്തരം 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്.